നടി സുകുമാരിയുടെ മരണത്തിന് സംശയം പ്രകടിപ്പിച്ച സംവിധായകനായ വിനയൻ അവസാനകാലത്ത് സുകുമാരി ദുഃഖിതമായിരുന്നു എന്നും പൂജാമുറിയിൽ വെച്ച് വസ്ത്രത്തിന് തീപിടിച്ച് മരിച്ചു എന്ന വാർത്ത ശരിയാണോ എന്നും വിനയൻ ചോദിക്കുന്നു. ഒരു ഓർമ്മ ചിത്രം 1998 ആകാശഗംഗ ഷൂട്ടിംഗ് തുടങ്ങി 8-ാം ദിവസമായി ഗംഗ എന്ന കഥാപാത്രത്തിന് അനുയോജ്യമായി നടിയെ കണ്ടെത്തുന്നത്. അന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നവരും പുതുമുഖങ്ങളുമായി വന്ന 4-5 പേർക്കു ശേഷമാണ് മയൂരി എന്ന നടിയിലേക്ക് എത്തുന്നത്. യക്ഷിയുടെ കണ്ണുകളും ചിരിയും ആ കഥാപാത്രത്തിന് ഒരു പ്രധാന ഘടകമായിരുന്നു. ആരും ശരിയാകുമെന്ന ഷൂട്ടിംഗ് തന്നെ നിർത്തിവെക്കുമെന്ന ഘട്ടത്തിൽ സുകുമാരി ചേച്ചി ചെന്നൈയിൽ ഇങ്ങനൊരു കുട്ടിയുണ്ടെന്നും അഭിനയിച്ചു നോക്കണമെന്നും പറഞ്ഞ് മയൂരിയെ വിളിച്ചു വരുത്തിയത്. എൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന സിനിമയുടെ സമയത്തും രാക്ഷസ രാജാനുമൊക്കെ ചില നിർണായക സമയങ്ങളിൽ സുകുമാരി ചേച്ചി ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്. ചേച്ചി സെറ്റിലുണ്ടെങ്കിൽ അതൊരു എനർജിയാണ്. ഗംഗയുടെ വേഷം മയൂരി അസലായി അഭിനയിച്ചു. അതിനുശേഷം കുറേ സിനിമകളിൽ കന്നഡക്കാരിയായി മയൂരി അഭിനയിച്ചു. പക്ഷേ 2005-ൽ 23-ാം വയസ്സിൽ സ്വയം ജീവനൊടുക്കി എന്ന ഞെട്ടലോടാണ് ഞാൻ കേട്ടതെന്നും വിശ്വസിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. സുകുമാരി ചേച്ചിയുടെ അന്ത്യവും എനിക്ക് വിശ്വസനീയമാണ്. എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്ന ചേച്ചി ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഏറെ ദുഃഖിതയായിരുന്നു. പൂജാമുറിയിൽ വെച്ച് വസ്ത്രത്തിന് തീപിടിച്ച് മരിച്ചു എന്ന വാർത്ത ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതോ ചേച്ചി എന്തെങ്കിലും തീരുമാനിച്ചിരുന്നോ? പുതുതായി തുടങ്ങുന്ന ഫാന്റസി ചിത്രത്തിൽ ആകാശഗംഗ വരുന്നുണ്ട്. ആ കഥാപാത്രത്തിനായി തിരയുകയാണ്. അവിടെയാണ് പഴയ ഗംഗയും അവരെയും പരിചയപ്പെടുത്തുന്ന വ്യക്തിയെ ഓർമ്മിച്ചു പോയത് എന്ന് ബിനയൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്.